മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലസ് വണ്ണിലെ സീക്വൻസസ് ആൻഡ് സീരീസിലെ ജോമെട്രിക് പ്രോഗ്രഷനിലെ ക്വസ്റ്റൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതും പ്രത്യേകിച്ച് നല്ല സ്പീഡ് ആയിരിക്കണം സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിലും എക്സാമിന് ചെയ്യേണ്ട സമയത്തിനുള്ളിൽ ചെയ്യാത്തതിന്റെ പേരിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ നഷ്ടപ്പെടും. കാരണം ഇത് നമുക്ക് ചെയ്യാനൊക്കെ ഇത്തിരിയൊക്കെ അറിയായിരിക്കും. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. സ്റ്റെപ്സുകൾ ഏറ്റവും കുറച്ചായിരിക്കണം ചെയ്യേണ്ടത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ കൃത്യമായിരിക്കണം. ഓക്കെ, the fourth, seventh and last terms of a GP are 10, 80, 25, 60. Okay, then first term and number of times. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് 3 ടേംസുകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ ടേം തന്നിട്ടുണ്ട്, 7ാമത്തെ ടേം തന്നിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേമും പിന്നെന്താണ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഈ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെയാണ് A4 is equal to 10. ഓക്കെ, അടുത്ത എന്താണ് സെവൻത് ടേം, ദാറ്റ് ഈസ് A7 equal to 10, 80. ഓക്കെ ആണല്ലോ. ഫോർത്ത്, സെവൻത്, ലാസ്റ്റ് 10, 80, 2560. അപ്പൊ ഇത് നമ്മുടെ ഫോർത്ത് ടേം, ഇത് നമ്മുടെ സെവൻത് ടേം, ഇതെന്താണ് ലാസ്റ്റ് ടേം. അപ്പൊ A4 equal to 10 and A7 is equal to 80 and last time എന്ന് പറയുമ്പോൾ AN is equal to 2560. അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോൾ ഫോർമുല വരുമ്പോൾ AR cube equal to 10. ഇവിടെ വരുമ്പോൾ AR raised 6 equal to 80. ഇവിടെ വരുമ്പോൾ AR raised to n-1 is equal to 2560. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഫോർത്ത് എന്ന് കേൾക്കുമ്പോൾ AR cube equal to 10, സെവൻത് എന്ന് കേൾക്കുമ്പോൾ AR raised to 6 എന്നൊക്കെ മനസ്സിൽ വന്നാൽ ഇതൊക്കെ എഴുതുന്നതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് പഠിച്ചു പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ എഴുതാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ വേണ്ടി ഏറ്റവും കീ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഈ 2 ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ബൈ ഇതാണ്, അല്ല ഇങ്ങനെയല്ല, ഇവിടുന്ന് അങ്ങോട്ട്. ദാറ്റ് ഈസ് AR is 6 by AR is 3 equal to 80 by 10. A cancel, R cube is equal to 0, 0 cancel, R is equal to cube root of 8. Answer is ആരെ കിട്ടി? 2 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 6 കിട്ടി. ഓക്കെ, നെറ്റ് സ്പീഡ് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്കാണ് കേട്ടോ. Then AR cube equal to 10, അവിടെ നമുക്ക് കൊടുക്കുമ്പോൾ AR cube equal to 10, അവിടെ R എത്ര കിട്ടി മോനെ? 2 കിട്ടില്ലയോ? That is A into 8 equal to 10. എങ്ങനെ 8 equal to 10 ആയത്? 2 ക്യൂബ് ഉണ്ടല്ലോ. R ന്റെ വാല്യൂ 2, അപ്പൊ R ക്യൂബ് എത്രയായി മോനെ? 2 ക്യൂബ് 8. ആൻസർ അപ്പോൾ A is equal to 10 by 8. ആൻസർ ആരെ കിട്ടി? 5/4. അപ്പൊ A യുടെ വാല്യൂ 5/4 കണ്ടോ. ഇവിടെ എല്ലാം 5/4. അപ്പൊ പിന്നെ നമുക്കിനി ഓപ്ഷൻ ഒന്നും ഇപ്പോഴേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതാവുമെങ്കിൽ ആൻസർ ആവും. കാരണം നമുക്കിവിടെ 5/4 സ്റ്റാർട്ടിങ് അല്ല കേട്ടോ. ഇനി നമ്മുടെ എന്ത് ടൈം 2560, ദാറ്റ് ഈസ് AR raised to n-1 is equal to 2560. അവിടെ എയുടെ പ്ലേസിൽ 5/4 കൊടുക്കുമ്പോൾ 5/4 ഇൻറ്റു ആറിന്റെ വാല്യൂ ദാറ്റ് ഈസ് 2 raised to n-1 equal to 2560. ഓക്കെ, ഇവിടെ ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്യാൻ പഠിക്കണേ. ഇങ്ങനെ ഈ 5 കൊണ്ടൊക്കെ ഇതിനെ കട്ട് ചെയ്യണം കേട്ടോ മാക്സിമം, അല്ലെങ്കിൽ അപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ 5 into 5 25, 5 into 1 5, റിമൈൻഡർ 1 ഉണ്ട്, 10 2. ഓക്കെ, 512. ഓക്കെ, ഈ 4നെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to n-1. ഓക്കെ, 2 raised to n-1 ഈക്വൽ ടു ഈ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 512 into 4. നിങ്ങൾ ഉടനെ ഇവനെ ഇൻറ്റു ചെയ്യും ഇല്ലയോ? 512 into 4 ഒരിക്കലും ചെയ്യരുത് അവിടെ. ഓക്കെ, എങ്ങനെ നോക്കണം? ദാറ്റ് ഈസ് 2 raised to n-1 ഈക്വൽ ടു 512 എന്ന് പറഞ്ഞാൽ 2 raised to 9 മോനെ. കാരണം 1024 ആരാ? 1024 2 raised to 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 512 അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 raised to 9. ഓക്കെ, 2 raised to 9 into 4 can be 2 squared. Answer is 2 raised to n-1 equal to 2 raised to 9 plus 2, that is 2 raised to എത്രയായി? 11 ആയി. ഓക്കെ, അപ്പൊ n-1 equal to 11, therefore n equal to 11 plus 1. ആൻസർ is ആരാണ്? 12. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി 5/4, 12. ഇങ്ങനെ വേണം ഇവനെ ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ.